നമസ്കാരം. ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി മരുന്നിന്റെ അംശം. 4 വയസ്സുകാരൻ, അതായത് ഒരു UKG അല്ലെങ്കിൽ ഒരു LKGയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ഒരു ലഹരിയുടെ അംശം വരുന്നുണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടി ചോക്ലേറ്റ് കൊടുത്താൽ ഈ കുട്ടിയെ അഡിക്റ്റ് ആക്കാൻ വേണ്ടി കൊടുത്തതല്ല, അത് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള പ്രായമായിട്ടില്ല. ഒരു 8, 9, 10 വയസ്സൊക്കെ ആയാൽ ആ മുട്ടായി വീണ്ടും വേണം, വീണ്ടും വീണ്ടും വേണം എന്ന് ഒരുപക്ഷെ വാശി പിടിക്കാം. അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് പണം കട്ടെടുത്ത് കൊണ്ടുവന്ന് മുട്ടായി വാങ്ങാം. അങ്ങനെയൊക്കെ നമുക്ക് കരുതാം. പക്ഷെ ഒരു 4 വയസ്സായ ഒരു കുട്ടിക്ക് അത്തരത്തിൽ ലഹരി മരുന്ന് കലർന്ന ഒരു ചോക്ലേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ആ സ്കൂളിൽ ഏതൊക്കെയോ ചില കുട്ടികൾ ലഹരി മരുന്ന് റാക്കറ്റായി, അതായത് വിൽപ്പനക്കാരായി ഉണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വലിയൊരു കണക്കുണ്ട്. അതായത് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരള വിപണിയിൽ വിൽക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 70% മരുന്നുകൾ, 72% ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് 10നും 14, 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് എന്ന മറ്റൊരു കണക്ക് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? UP ക്ലാസ് മുതൽ, അല്ലെങ്കിൽ UP ക്ലാസ്സും ഹൈസ്കൂൾ ക്ലാസ്സും കൂടിയുള്ള സ്കൂളുകളിൽ ഇതിന്റെ വ്യാപകമായ വിതരണം നടക്കുന്നു. അതിന് ഉപഭോക്താക്കൾ കുട്ടികളായി ഉണ്ട് എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ കൂടി ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്കറിയാവുന്ന, ഞാൻ പരിശീലനം കൊടുക്കുന്ന സ്കൂളുകൾ അടക്കമുള്ള ചില സ്കൂളുകളെങ്കിലും, സ്വകാര്യ സ്കൂളുകൾ, അതായത് അൺഎയ്ഡഡ് സ്കൂളുകൾ, ആ സ്കൂളുകൾ +1, +2 ക്ലാസുകൾ നിർത്തുന്നു. കാരണം ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല. അധ്യാപകർ അവരുടെ വിക്രസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ ആരാ ചോദിക്കാൻ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. 2 വിഷയമാണ് ഇവിടെ വരുന്നത്. ആ കുട്ടികളെ ശാസിക്കാൻ പറ്റില്ല, ആ കുട്ടികളെ തല്ലാൻ പറ്റില്ല, അവരെ മറ്റൊന്നും പറയാൻ പറ്റില്ല. മിണ്ടാതെ കൈയും കെട്ടി അത് കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. കാരണം എന്താ? എന്തെങ്കിലും കാരണവശാലോ അല്ലെ പോക്സോയോ മറ്റോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ ജീവിതം അതോട് തീരും എന്നതുകൊണ്ട് ആ കുട്ടികൾ നശിച്ചു പോകട്ടെ എന്ന് അധ്യാപകർ കരുതുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആ സ്കൂളിൽ KG ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കും. ഈ അൺഎയ്ഡഡ് സ്കൂളിലെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ അവർക്കറിയാം, ആ സ്കൂളിൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകും. പക്ഷേ ഈ +1, +2 ക്ലാസ്സുകളിലേക്ക് വരുന്നവർ, +1ലേക്ക് അഡ്മിഷൻ എടുത്ത് വരുന്നവർ ആ സ്കൂളിൽ നിന്ന് വരുന്നവരല്ല. മറ്റു പല സ്കൂളുകളിലും പലയിടങ്ങളിലും അഡ്മിഷൻ കിട്ടാതെ അവസാനം ഡൊണേഷൻ കൊടുത്തുകൊണ്ട് +1 അഡ്മിഷൻ നേടി വരുന്നവരായി അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാൻ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സകല തൊട്ടിച്ചാടിത്തരങ്ങളും സകലമാന കൂട്ടുകെട്ടുകളും ഉണ്ടാവും. ഇവർ സ്വയം നശിക്കുന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ വന്നിട്ട് 10ാം ക്ലാസ്സിലെ ആ സ്കൂളിൽ നേരെ ചൊവ്വേ പഠിച്ചു വരുന്ന 10ാം ക്ലാസ്സിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വശത്താക്കുന്നു. അവരെ കൂടി വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത വരുന്നു. അത് ചോദിക്കുന്ന സാഹചര്യം വരുമ്പോൾ അധ്യാപികമാരെയും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഒട്ടനവധി സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ വർഷം മുതൽ, അതായത് ഈ മാർച്ച് എക്സാം കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ +1, +2 ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു, ആ വരുമാനം തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. എനിക്കറിയാം, ഞാനിവിടെ അത് പറയുന്നില്ല. അതായത് ഇപ്പോൾ ഈ വർഷം +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം +2 പഠിക്കും. അതോടുകൂടി ആ +1, +2 ക്ലാസ്സുകൾ അവിടെ അവസാനിക്കും. ഇനി പുതിയ അഡ്മിഷൻ +1ലേക്ക് എടുക്കുന്നില്ല. KG അതുപോലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് സ്കൂളുകൾ എത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? അതായത് ഇവിടെ 2 വിദ്യാഭ്യാസ വകുപ്പുണ്ട്, മന്ത്രിമാരുണ്ട്. ഒരു ആണുമന്ത്രിയുണ്ട്, ഒരു പെൺമന്ത്രിയുണ്ട്. അതായത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമുണ്ട്, അതുപോലെ ഒരു അല്ലാതെ സാധാരണക്കാരെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുമുണ്ട്. ഇവരെ 2 പേരെ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമുണ്ട്. ഇവരാരെങ്കിലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇന്നത്തെ പ്രതിസന്ധി നോക്കുന്നുണ്ടോ? ഇന്നത്തെ പ്രതിസന്ധി ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ 4 വയസ്സുള്ള ഒരു കുട്ടി ചോക്ലേറ്റ്, അതായത് മയക്കുമരുന്ന് കലർന്ന ഒരു ചോക്ലേറ്റ് കഴിച്ചു എന്നാണ്. മണർക്കാട് അങ്ങാടി വയൽ സ്വദേശികളായിട്ടുള്ള ഒരു ദമ്പതികളുടെ മകനാണ് ചോക്ലേറ്റ് കഴിച്ചത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനില
വഷളാവുക. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 17 നടന്ന സംഭവമാണ്. വടവാതൂരിലെ ആശുപത്രിയിലാണ് ആദ്യം കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആരോഗ്യനില മോശമായപ്പോൾ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഏതായാലും സ്കൂൾ അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചു. ആ സ്കൂൾ കൃത്യമായി കുട്ടി ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അറിയിച്ചത് കൊണ്ടാണ് ആ നിലയിൽ പരിശോധിക്കാൻ കഴിഞ്ഞത്. കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ജീവനോടെ രക്ഷപ്പെട്ടത്. അത്രത്തോളം മാരകമായ അളവിലായിരുന്നു മയക്കുമരുന്ന് ആ ചോക്ലേറ്റിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രക്തസമ്മർദ്ദമൊക്കെ ബ്ലഡ് പ്രഷറൊക്കെ വളരെ അധികം കൂടിയിരുന്നു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത്. ഒരു തരത്തിലും കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ വരാൻ സാധ്യതയില്ലാത്ത ബെൻസോയിഡാസെപ്പൻസ് മെഡിസിൻ, അത് ഉറക്കമില്ലായ്മ പോലെയുള്ള അവസ്ഥയ്ക്ക് കൊടുക്കുന്ന മരുന്ന്. പക്ഷെ ചിലരൊക്കെ അത് മയക്കുമരുന്നായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും ഡ്രഗ്സ് എന്നാണ് പൊതുവെ നമ്മൾ അലോപ്പതി മരുന്നുകളെ വിളിക്കുന്നത്. ഇത് എങ്ങനെ ഇത്രയും ശക്തമായി മരുന്ന് എങ്ങനെ ഈ 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ വന്നു? ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് പുറത്തിറങ്ങി അങ്ങാടിയിൽ നിന്നോ അല്ലെങ്കിൽ പിടിയിൽ നിന്നോ വാങ്ങി കഴിച്ചതല്ല. ക്ലാസ് മുറിയിൽ ഇരുന്ന 4 വയസ്സുകാരനാണ് ഈ മരുന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ കുട്ടിയെ കരുതിക്കൂട്ടി കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനോ ആരെങ്കിലും ശ്രമിച്ചു. അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ആ ദമ്പതികൾക്ക് ശത്രുക്കളുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ, ആ സ്കൂളിൽ ആരെങ്കിലും വന്നിരുന്നോ എന്നൊക്കെ അന്വേഷിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ അവിടെ ലഹരിയുടെ വിതരണമോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ കഴിക്കുന്ന മയക്കുമരുന്ന് കലർന്ന ഈ ചോക്ലേറ്റ് എങ്ങനെയോ ആ കുട്ടിയുടെ കയ്യിലെത്തി, അല്ലെങ്കിൽ അറിയാതെ ഏതോ കുട്ടി അതിന് കഴിക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ ചോക്ലേറ്റ് കണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, സ്കൂളുകളിൽ കുട്ടികൾ വല്ലാതെ വയലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അധ്യാപന മേഖല വളരെ കഷ്ടമാണ്. ഈ വരും കാലങ്ങളിൽ, അടുത്ത കാലങ്ങളിൽ തന്നെ, സമീപകാലങ്ങളിൽ തന്നെ വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, പാലക്കാട്ട് കഴിഞ്ഞ ദിവസം അധ്യാപകനെ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി, അതുപോലെ പല സംഭവങ്ങളും അതിനുശേഷം നടന്നു. അവിടെ കൃത്യമായി ആ വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുക്കുന്നില്ല. ഇവിടെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ തച്ചു കൊന്നിട്ട്, അവനെ അടിച്ച് മണ്ടകീറി തലയോട്ടി പിളർന്ന് കൊന്നിട്ട് ആ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടുത്ത 2 ദിവസം മുമ്പ് നടന്ന ഈ സംഭവത്തിൽ പോലും ഇങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ അക്രമവും അതുപോലെ മയക്കുമരുന്ന് വ്യാപനവും തോന്നിയവാസവും വളരുന്നതിൽ ആരെയാണ് കുറ്റം പറയാൻ പറ്റുക? ആർക്കാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുക? അധ്യാപകർക്ക് എന്തായാലും പറ്റില്ല. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിന് എന്തായാലും പറ്റില്ല. അധ്യാപകർക്ക് ഇത് ചെയ്യില്ല എന്ന വാശിയിലാണ്. നിരവധി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്നല്ല എനിക്കറിയാം, മിക്ക സ്കൂളുകളിലും പറയുന്നു, ആ കുട്ടികൾ ക്ലാസ് റൂമിൽ പ്രസവിക്കുന്നെങ്കിൽ പ്രസവിച്ചോട്ടെ, അവർ മയക്കുമരുന്ന് കഴിച്ച് തലകുത്തിക്കുന്നെങ്കിൽ തലകുത്തി നിന്നോട്ടെ, അവർ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ, അടിച്ചു പിരിയുന്നെങ്കിൽ അടിച്ചു പിരിഞ്ഞോട്ടെ, ഞങ്ങളത് മൈൻഡ് ചെയ്യാൻ പോവില്ല. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നത് ആരാന്റെ കുട്ടികളെ നന്നാക്കാനല്ല. ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ അവരെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ജയിലിൽ പോയി തിന്നേണ്ടി വരും എന്നതാണ് അവർ പറയുന്നത്. ഓരോ അധ്യാപകന്റെയും ഒരു രോദനമാണത്. ഈ ഒരു അവസ്ഥയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും, ഇനി ഉന്നതരല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും, മുഖ്യമന്ത്രിയായാലും, ആരായാലും, ആഭ്യന്തരമന്ത്രിയായാലും ഈ ഒരു രംഗത്തേക്ക് കേരളത്തിലെ സ്കൂളുകളിൽ, ചെറിയ സ്കൂളുകളെന്നോ വലിയ സ്കൂളുകളെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഒരു മിഠായി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയാണ് വന്നത്, ആ സ്കൂളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി മറ്റ് ഇടപാടുകൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നുണ്ടോ, വിതരണം നടക്കുന്നുണ്ടോ, ആരാണ് എത്തിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, കൃത്യമായി അന്വേഷിക്കേണ്ടത്. അതിനുള്ള ഒരു സംവിധാനം വേണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ആരും അന്വേഷിക്കുന്നില്ല. യാതൊരു വിധത്തിലുള്ള ദൃഷ്ടിയും പതിയുന്നില്ല. ഇനി നാളെ ഒരു 5-10 വർഷം കഴിഞ്ഞ് ഈ കേരളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഏതോ തെരുവിൽ നടക്കുന്നത് പോലെ ലഹരി മരുന്ന് കഴിച്ച് തലകുത്തി മറിഞ്ഞ് ആടി നടക്കുന്ന ഒരു തലമുറയായി ഒരു സമൂഹം ഇവിടെ കിടക്കുകയും ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരു വൃദ്ധ തലമുറ ഇവിടെ കിടക്കുകയും ചെയ്ത് കാണുമ്പോൾ ഒരുപക്ഷെ അന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ പറയുമായിരിക്കും, ഇന്നത്തെ ഭരണാധികാരികളുടെ ഒരു ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയോ ഉമ്മൻചാണ്ടിയോ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ ശപിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇന്നുള്ളവർ ചിന്തിക്കണം. നമ്മുടെ പോക്ക് എന്ന് പറയുന്നത് വളരെ ദുരന്തത്തിലേക്കാണ്. ഇനിയും അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടമായിരിക്കും. ഇവിടെ ഒരു 4 വയസ്സുകാരിലേക്ക് ഈ മരുന്ന് പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ നടപടികൾ കേരളം ഒട്ടുക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശ്രദ്ധിച്ച് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.